നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നവരല്ലേ? സ്വന്തമായിട്ട് കടയുള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് കട ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. അല്ലാതെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ, ഇപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഈ അമൽ ചെയ്താൽ എനിക്കതിൽ ബറക്കത്തുണ്ടാകും. നിങ്ങളെ ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സ്വന്തമായി ഒരു ഷോപ്പ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, എന്തായിക്കോട്ടെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരവരവരുടെ ഉപജീവന മാർഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉപജീവന മാർഗത്തിൽ വലിയ ബറക്കത്തുണ്ടാകാനും റിസ്ക് വർദ്ധിക്കാനും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് വിശേഷം? റാഹത്തല്ലേ? അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന, ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ നല്ല രീതിയിൽ പോയ കട, കച്ചവടം, ബിസിനസ്, ജോലി എന്തുമാവട്ടെ, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് അതങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് അതങ്ങനെയും കരുതാം. നല്ല രീതിയിൽ പണിക്ക് പോയിരുന്നതാണ് ഉസ്താദെ, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ പണിക്ക് പോയി 10 രൂപ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നല്ല കച്ചവടം നടക്കുന്ന കടയാണ്, പക്ഷേ ഇപ്പോൾ കച്ചവടം ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ബിസിനസ് പുരോഗതിക്ക്, കച്ചവടം നടക്കാൻ, അതേപോലെ തന്നെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അമലാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നവരല്ലേ? സ്വന്തമായിട്ട് കടയുള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് കട ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. അല്ലാതെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ, ഇപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഈ അമൽ ചെയ്താൽ എനിക്കതിൽ ബറക്കത്തുണ്ടാകും. നിങ്ങളെ ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സ്വന്തമായി ഒരു ഷോപ്പ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, എന്തായിക്കോട്ടെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരവരവരുടെ ഉപജീവന മാർഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉപജീവന മാർഗത്തിൽ വലിയ ബറക്കത്തുണ്ടാകാനും റിസ്ക് വർദ്ധിക്കാനും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് നിങ്ങളെ വിശേഷം? വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖല്ലേ? രോഗികളൊന്നുമില്ലല്ലോ? അള്ളാഹു രോഗികളുണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. എത്ര വലിയ കഠിന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്കൊരു മോചനം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അമൽ പറഞ്ഞാലോ? അതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ അമൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ അമൽ കണ്ടിട്ട് ഇത് ആർക്കെങ്കിലും ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയട്ടെ, എൻ്റെ കൂടെ ഇരുന്ന് ഫലക്കും നാസും ഇഖ്ലാസ് സൂറത്തും ഒരു 3 തവണ വീതം ഒന്ന് ഓതണം. അതെന്തിനാണെന്നറിയോ നിങ്ങൾ? അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് ഓതി എൻ്റെ കൂടെ ഇരുന്നിട്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു ഈ ഓതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കണ്ണ്, നാവ്, സിഹർ, മറ്റെല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമ്മളിൽ നിന്നും അതെല്ലാം പരിപൂർണമായി ബാത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾക്ക് ഒരുപാട് കണ്ണേറും നാവേറും സിഹറൊക്കെ ബാധിക്കും. അത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓതി നമ്മൾ ശരീരം തടവുന്നത് വളരെ ഫലപ്രദമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഓതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സൂറത്തും ഇതൊക്കെ ഓതിയതിന് ശേഷം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുക. ഈ അമല് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിച്ച ശേഷം സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്ത് ഒരു പേപ്പറിൽ എഴുതണം. സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്ത് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആയത്ത് ഈ ആയത്ത് ഒരു പേപ്പറിൽ നല്ല വൃത്തിയിൽ കറുപ്പ് മഷി പെന്ന് കൊണ്ട് എഴുതുക. എഴുതിയതിന് ശേഷം ഈ പേപ്പർ മടക്കി നിങ്ങൾ എവിടെയാണോ കച്ചവടം ചെയ്യുന്നത്, എവിടെയാണോ നിങ്ങൾ വ്യാപാരം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത്, അവിടെ ഇത് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. എവിടെയെങ്കിലും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സൂക്ഷിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ദിവസവും ഒരു 21 തവണ ഈ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസവും ഒരു 21 തവണ പതിവാക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ തീർന്ന് സാമ്പത്തികമായ അഭിവൃദ്ധി, കച്ചവടം നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആ ആശയത്തോടെ നിർത്തുന്നു. നേരിട്ട് കാണാൻ വരുന്ന ആളുകൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം വരിക. ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ അടുത്തൊരു അമലും കൊണ്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.